ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ സക്സസ്ഫുൾ ആകാം എന്നുള്ളതാണ്. അറ്റ് ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് പാഷൻ ഫോർ ദ വർക്കിനോടുള്ള ആ ഒരു പാഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്താ. നിങ്ങൾ ഫുള്ളി പാഷനേറ്റ് ആയിട്ട് വേണം ആ ഒരു വർക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹാപ്പിനെസ്. ഓൾവേസ് ബി ഹാപ്പി. സംടൈംസ് സം പ്രോബ്ലംസ് ഉണ്ടാവും, നമ്മളെ ടോട്ടലി ഡിസ്റ്റർബ് ചെയ്യുന്ന സം പ്രോബ്ലംസ് ഉണ്ടാവും. അത് നമ്മുടെ ലൈഫിൽ അത്യാവശ്യമായിരിക്കും. നമ്മൾ സംടൈംസ് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ തിങ്ക് ചെയ്യും, നമ്മളാണ് ആ ഒരു ഹൈ എസ്റ്റീമിൽ ഹൈ പോയിന്റിൽ നിൽക്കുന്നതെന്ന് നമ്മൾ തിങ്ക് ചെയ്യും. ആ ടൈമിൽ ഗോഡ് അയക്കുന്നതാണ് കുറച്ച് പ്രോബ്ലംസ്. ഓക്കെ, സോ നമ്മൾ ആ പ്രോബ്ലംസിനെ ഒന്നും നെവർ മൈൻഡ്. ഓക്കെ, നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ഹാപ്പിനെസ് ആവാൻ ശ്രദ്ധിക്കണം. ആൻഡ് നെക്സ്റ്റ് ഈസ് കറേജ്. അല്ലേ, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു സ്പിരിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യണം. നിങ്ങളുടെ സറൗണ്ടിങ് ഉള്ള പീപ്പിൾ നിങ്ങളോട് പറയും യു കാൻ ഡു ഇറ്റ്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ, നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല, ഇങ്ങനെ പറയാനേ ആൾക്കാരുണ്ടാവത്തുള്ളൂ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകണം കേട്ടോ. ടു കീപ് ദ സ്പിരിറ്റ് ഐ ക്യാൻ ഡു ഇറ്റ് ആൻഡ് ഗീവ് സെൽഫ് റെസ്പെക്റ്റ് ടു യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ എന്ത് കൊടുക്കുക, സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക. ഗീവ് സെൽഫ് റെസ്പെക്റ്റ് ടു യുവർ സെൽഫ്. ഡോണ്ട് ബോദർ അബൌട്ട് ദ സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിയെ വലിയ കാര്യമല്ല, ബോദർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് കൊടുത്ത് നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞ് ഫുൾ ടൈം നമ്മുടെ കാര്യം നോക്കണം. ഇത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ കാര്യങ്ങളാണ്, അങ്ങനെയല്ല. നമ്മുടെ സൊസൈറ്റിയെ ഒരു പരിധി വരെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ലൈഫിൽ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സൊസൈറ്റിയെ നമ്മൾ ഒരു പരിധി വരെ സൊസൈറ്റിയെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നത് നമുക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ്, എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. ഓക്കെ, സോ ഗീവ് സെൽഫ് റെസ്പെക്റ്റ് ടു യുവർ സെൽഫ്. Don't bother about society, and the society is always there for you to criticize. നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനേ സൊസൈറ്റി കാണത്തുള്ളൂ. നിങ്ങളെ എത്ര നല്ല കാര്യം ചെയ്താലും എന്ത് ചെയ്താലും അവിടെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടേ സൊസൈറ്റി ഉണ്ടാകത്തുള്ളൂ. സോ നിങ്ങൾ സൊസൈറ്റിയെ ബോദർ ചെയ്യേണ്ട കാര്യം ഇല്ല. ഒരു പരിധി വരെ നമ്മൾ സൊസൈറ്റിക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കണം. സൊസൈറ്റിക്ക് ഓർഡർലെസ് ആക്കി മാറ്റാൻ പാടില്ല, നമ്മൾ കൺസിഡറേഷൻ കൊടുക്കണം. അതുപോലെ നമ്മുടെ അവകാശങ്ങൾ, അല്ലേ, നമ്മുടെ റെസ്പെക്റ്റ്, അതിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് കോൺഫിഡൻസ്. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഓക്കെ, നമ്മൾ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് പ്രോബ്ലംസിനെയും നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഒത്തിരി സ്റ്റുഡൻസ് പാരൻസ് തന്നെ അവരെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് ഈ മോഡേൺ ഇറയിൽ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കുന്നത്. കാരണം എന്താ, നമ്മുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് പാരൻസ് അത് പഠിക്കാനായിട്ട് പറയുന്നത്. സോ നമ്മൾ എഡ്യൂക്കേഷൻ എത്രത്തോളം ഉണ്ടെങ്കിലും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾ ഫുള്ളി കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അല്ലേ, എന്നെക്കൊണ്ട് അത് പറ്റുമെന്നുള്ള ആ ഒരു കറേജും കോൺഫിഡൻസും. ബട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഓവർ കോൺഫിഡൻ്റ് ആവാൻ പാടില്ല. ഓക്കെ, നമ്മളോട് പറയും നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ഇല്ല, കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടെ നിങ്ങൾ കൂട്ടണം എന്നൊക്കെ പറയാനായിട്ട് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളത് ബോദർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കോൺഫിഡൻ്റ് ആണോ എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, നമ്മുടെ കാര്യങ്ങൾ മറ്റൊരാളല്ല ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആകാതിരുന്നാൽ മതി. ഓവർ കോൺഫിഡൻസ് ആണെങ്കിൽ അത് ഫെയിലിയറിലേക്ക് കൊണ്ടെത്തിക്കും. നമ്മൾ ഓവർ കോൺഫിഡൻസോടുകൂടി ഭയങ്കര അഹങ്കാരത്തോടുകൂടി സംടൈംസ് പറയുന്നുണ്ടായിരിക്കും, അഹങ്കാരം അല്ലേ, അത് അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ സൊസൈറ്റി പറഞ്ഞാലും ഇൻ കേസ് അത് പറഞ്ഞാലും നമ്മളത് ബോദർ ചെയ്യാൻ പോകണ്ട കേട്ടോ. നമ്മൾ കോൺഫിഡൻസോടുകൂടി, കറേജോടുകൂടി, ഹാർഡ് വർക്കോടുകൂടി, ഹാപ്പിനെസ്സോടുകൂടി, സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വർക്കിനോട് അത്രയും പാഷനബിളായിട്ട് നമ്മൾ മൂവ് ചെയ്താൽ നമ്മൾ സക്സസ്ഫുൾ ആവും. ഇനി ഹാർഡ് വർക്ക്, അല്ലേ, ഹാർഡ് വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ഫെയിലിയറാണ്. സംടൈംസ് നമുക്ക് സ്ലീപ്ലെസ് നൈറ്റ് ആയിരിക്കാം, അല്ലേ, നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കാം. സംടൈംസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലായിരിക്കാം.
നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് ചെയ്യുന്ന രീതിയിൽ ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കേണ്ട, നമുക്ക് കുറച്ച് വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവൽ ഹാർഡ് വർക്കിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, നമ്മൾ ചെയ്യുന്ന വർക്കിനോട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ എന്തായിട്ട് മാറാം, സക്സസ്ഫുള്ളായിട്ട് മാറാം. അതുപോലെ നമ്മൾ നമ്മുടെ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, സക്സസ്ഫുള്ളായിട്ട് അവസാനം ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതും പ്രോബ്ലമാണ്. സോ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. സോ അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും നമ്മൾ കൺസിഡറേഷൻ കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. എബോവ് ഓൾ ദ ഓൾമൈറ്റി അല്ലെ ഗോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഗോഡ് നമ്മൾ ചെയ്യുന്ന വർക്ക് ഒന്നും എന്തായിട്ട് മാറത്തില്ല, സക്സസ്ഫുള്ളായിട്ട് മാറത്തില്ല. ദർ ഈസ് എ ബിബ്ലിക്കൽ സെയിങ് ദാറ്റ് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ് വി കനോട്ട് കൺസ്ട്രക്ട് ഓർ റീകൺസ്ട്രക്ട് ദാറ്റ് വിൽ സക്സസ്ഫുൾ അല്ലേ. ദൈവത്തിൻ്റെ പ്രസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊന്നും കൺസ്ട്രക്ട് ചെയ്യാനും റീകൺസ്ട്രക്ട് ചെയ്യാനും പറ്റത്തില്ല സക്സസ്ഫുള്ളായിട്ട്. സോ അവിടെ ആരുടെ പ്രസൻസ് ഉണ്ടാവണം? മസ്റ്റായിട്ട് ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടാവണം. ഓക്കെ, ദൈവം എന്നുള്ളൊരു സ്പിരിറ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ അമ്പലത്തിൽ പോയിട്ടോ ചർച്ചിൽ പോയിട്ടോ അങ്ങനെ നമ്മൾ ദൈവത്തിനെ ഭയങ്കരമായിട്ട് വർഷിപ്പ് ചെയ്യണം, അതല്ല എൻ്റെ പോളിസി. ദൈവം എന്നുള്ളൊരു പ്രസൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളെപ്പോഴും ആ ഒരു പ്രസൻസിന് നമ്മുടെ മൈൻഡിലുണ്ടാവണം, നമ്മുടെ മനസ്സിലുണ്ടാവണം ദൈവത്തിൻ്റെ പ്രസൻസ്. ആൻഡ് ഓൾസോ ഡു ഹാർഡ് വർക്ക്. ഞാനൊരു ഇക്വേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗോഡ് പ്ലസ് ഹാർഡ് വർക്ക് ഈക്വൽ ടു സക്സസ്. ഹാഫ് ഗോഡിൻ്റെ പ്രസൻസ് ഉണ്ടാവണം, ഹാഫ് ഹാർഡ് വർക്ക് അല്ലേ. ഹാർഡ് വർക്ക് മാത്രം ചെയ്യുന്നു, പക്ഷെ ഗോഡിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോഡിൻ്റെ പ്രസൻസ് ഒബ്വിയസ്ലി അവിടെ ഉണ്ടാവും, ഗോഡിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ടെക്സ്റ്റ് ഒന്നും വായിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, അമ്പലത്തിൽ പോകുന്നു, 101 തേങ്ങ അടിക്കാം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇല്ല ക്യാൻഡിൽസ് കത്തിക്കാം, അങ്ങനെ പറഞ്ഞിട്ടും ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകത്തില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം എന്നുള്ള ഗോഡ് എന്നുള്ളൊരു സ്പിരിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ കീപ്പ് ഇൻ മൈൻഡ് ഗോഡ് പ്ലസ് ഹാർഡ് വർക്ക് ഈക്വൽ ടു സക്സസ്.